ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. വരുൺ കുറേ നേരമായി രാധികയെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളത്തിൽ കളിപ്പിക്കുന്നു. കുട്ടികളുമുണ്ട് രാധികയോടൊപ്പം. ഇതാരാണെന്ന് ഒന്ന് അറിയണമല്ലോ എന്ന് രാധിക തീരുമാനിക്കുകയും കുട്ടികളെയും വിളിച്ച് അവിടെയൊക്കെ പോയി നോക്കുകയും ചെയ്യുന്നുണ്ട്. രാധികയുടെ കണ്ണിൽപ്പെടാതെ മറഞ്ഞു നിൽക്കുകയാണ് വരുൺ. ആ സമയം ഒരു കുട്ടി വരുണിനെ കാണുന്നു. ആ കുട്ടി നോക്കുന്നത് കണ്ട് പെട്ടെന്ന് വരുൺ അവിടെ നിന്ന് ഓടിപ്പോവുകയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് ആ കുട്ടി വന്ന് രാധികയോട് പറയുന്നു, ചേച്ചി, ആ പ്ലംബർ ചേട്ടനാ ഇതൊക്കെ ചെയ്തത്. അയാളെ വിടരുതെന്ന് പറയുന്നു. അയാൾ അങ്ങോട്ടേക്ക് പോയി എന്നും പറയുമ്പോൾ രാധിക പറയുന്നു, അയാളെ അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. അങ്ങനെ രാധികയും കുട്ടികളും പോകാൻ തുടങ്ങുമ്പോൾ ഒരു കുട്ടി പറയുന്നുണ്ട്, ചേച്ചി ഇവിടെ നിന്നോ, ഞങ്ങൾ പോയി അയാളെ പിടിച്ച് ചേച്ചിയുടെ മുന്നിലിട്ട് തരാം. ഇത് കേട്ട് രാധിക പറയുന്നു, ദേ ചീത്തയൊന്നും പറയരുത്, മോശം വാക്കുകളും ഉപയോഗിക്കാൻ പാടില്ല. ഇല്ല ചേച്ചി, നല്ല വാക്ക് പറഞ്ഞ് ഞങ്ങൾ കൂട്ടിക്കൊണ്ടുവരാം എന്ന് പറഞ്ഞ് ആ 4 കുട്ടികളും കൂടി വരുണിന്റെ അരികിലേക്ക് പോകുന്നു. എന്നാൽ നേരത്തെ നിന്ന സ്ഥലത്ത് പോയി നോക്കുമ്പോൾ അവിടെ എങ്ങും വരുണിനെ കാണുന്നില്ല. കുട്ടികൾ അങ്ങോട്ടേക്ക് പോയി. രാധിക അവിടെ ഒറ്റയ്ക്ക് നിൽക്കുകയായിരുന്നു. രാധികയുടെ തൊട്ടു പിന്നിൽ ഒരു ചെടിയുടെ മറവിൽ ഒളിച്ചു നിൽക്കുകയാണ് വരുൺ. കുട്ടികൾ പോകുന്നത് വരുൺ കാണുന്നുണ്ട്. രാധിക അറിയാതെ തന്നെ രാധികയുടെ തലയിൽ മുടിയിൽ ഒരു പൂ വെച്ച് കൊടുക്കുകയാണ് വരുൺ. എന്നിട്ട് വരുൺ രാധികയെ നോക്കി അങ്ങനെ നിൽക്കുന്നു. പൂ വെച്ചതുപോലും രാധിക അറിയുന്നില്ല. അവിടെ ആകെ കുട്ടികൾ അരിച്ചു പിറക്കിയിട്ടും വരുണിനെ കാണുന്നില്ല. എല്ലാവരും കാണുന്നതിന് മുമ്പ് തന്നെ പതിയെ വരുൺ പിറകിൽ കൂടി ഒളിച്ചു പോകുന്നു. ശേഷം കണിമംഗലത്ത് സുകുമാരി മുത്തശ്ശി വരുണിനെ ഫോൺ ചെയ്യുന്നു. എന്താടാ, രാധിക മാത്രമല്ല നീയും സന്യാസിയായോ എന്ന് പുഞ്ചിരിയോട് ചോദിക്കുകയാണ് മുത്തശ്ശി. ഇല്ല മുത്തശ്ശി, അതെ, ഇവിടെ നല്ല തിരക്കാണ്. എന്റെ തിരക്ക് എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ വരുൺ പറയുന്നുണ്ട്, അയാൾ ഇവിടെ ഇല്ലേ, എന്തൊക്കെ ഞാൻ നോക്കണം, ഇപ്പോഴേ അയാളെ കുളിപ്പിച്ച് കഴിഞ്ഞതേ ഉള്ളൂ. ഇത് കേട്ട് മുത്തശ്ശി സംശയത്തോടെ ചോദിക്കുന്നുണ്ട്, കുളിപ്പിക്കുകയോ? നീ എന്താടാ മോനെ ഈ പറയുന്നത്? എന്റെ മുത്തശ്ശി, ഞാനിപ്പോ ഒരു പ്ലംബർ അല്ലേ, വെള്ളം മുഴുവനും എന്റെ കൺട്രോളിലല്ലേ. അയാളും ആശ്രമത്തിലെ പിള്ളേരും കൂടി ചെടിക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല ഉഗ്രൻ പണി ഞാൻ കൊടുത്തു. എല്ലാവരും കൂടി എന്നെ അന്വേഷിച്ച് നടക്കുകയാണിപ്പോ. കണ്ടുപിടിച്ച കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ അവളെയും കൂട്ടി കണിമംഗലത്ത് വരാനാണോ നിന്റെ ഉദ്ദേശം എന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. പിന്നല്ലാതെ ഞങ്ങൾ ഇത് എവിടെ പോവാനാ എന്ന് വരുൺ ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നു, എന്നാലേ അത് വേണ്ട. ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങൾ ഇവിടെ വന്ന് കയറിയാൽ പ്രിയങ്ക പ്രശ്നം ഉണ്ടാക്കും. ഈ ഒരു സംസാരം പ്രിയങ്ക കേൾക്കുന്നുണ്ട്. വീണ്ടും മുത്തശ്ശി പറയുന്നു, കാര്യങ്ങൾ വ്യക്തമായി അറിയാത്തത് കൊണ്ട് തന്നെ നിന്റെ അമ്മയും അച്ഛനും പ്രിയങ്കയുടെ ഒപ്പമേ നിൽക്കൂ. എന്തിനാ മോനെ ഒരു കോലാഹലം? അതുകൊണ്ട് നീ രാധികയും കൂട്ടി വേറെ എവിടെയെങ്കിലും പോയിക്കോളൂ. കുറച്ചു നാള് നിങ്ങൾ ഒന്നിച്ചെവിടെയെങ്കിലും ജീവിക്കേ. ഇത് കേട്ട് പ്രിയങ്ക ഞെട്ടി. വീണ്ടും മുത്തശ്ശി പറയുന്നു, അപ്പോഴത്തേക്കും ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി നേരെ എടുക്കാം. എന്നിട്ട് 2 പേരും കൂടി ഇങ്ങോട്ട് പോര്. എന്താ മുത്തശ്ശി എൻ്റെ ദൈവമല്ലേ, ദൈവം കൽപ്പിച്ചാൽ പിന്നെ അതിനെതിരുണ്ടോ എന്ന് വരുൺ. പക്ഷേ എനിക്ക് വിളിച്ചാൽ കിട്ടുന്ന ദൂരത്ത് വേണം 2 പേരും കൂടി പോകാൻ. പറഞ്ഞത് കേട്ടോ? ഓക്കെ മുത്തശ്ശി, ആദ്യം ഞാൻ എൻ്റെ കക്ഷിയെ ഒന്ന് നേരെയാക്കി എടുക്കട്ടെ എന്ന് വരുൺ. ശരി എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് മുത്തശ്ശി. ഫോൺ വെച്ചിട്ട് വീണ്ടും വരുൺ അവിടേക്ക് നോക്കുന്നുണ്ട്, രാധിക അവിടെ കാണുമുണ്ടോ എന്ന്. മുത്തശ്ശി ഫോൺ വെച്ച് തിരിഞ്ഞപ്പോൾ പ്രിയങ്ക മുന്നിൽ നിൽക്കുന്നു. കഴിഞ്ഞോ മുത്തശ്ശിയും മോനും തമ്മിലുള്ള രഹസ്യം? അമ്മയോട് മുത്തശ്ശി എന്താ പറഞ്ഞത്? മകൻ ബിസിനസ്സുകാരോടൊപ്പം ട്രാവലിലാണ് എന്ന് അല്ലേ? യഥാർത്ഥത്തിൽ വരുൺ രാധികയുടെ അടുത്തുണ്ടല്ലേ? ഇത് കേട്ട് മുത്തശ്ശി പറയുന്നു, ഉണ്ട്. അതുകൊണ്ട് എന്താ? സാധാരണ ഒരു കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന ആളാണ് ഏറ്റവും അന്തസ്സോടെ പെരുമാറുന്നത്. മുത്തശ്ശി പറയുന്നു, അയ്യോ, അത് ഞാൻ അറിഞ്ഞിരുന്നില്ലല്ലോ മോളെ. അങ്ങനെയായിരുന്നെങ്കിൽ ദേവനാരായണൻ തിരുമേനിയുടെ വീട്ടിൽ ഏറ്റവും അന്തസ്സോടെ പെരുമാറിയിരുന്നത് നിന്റെ മുത്തശ്ശിയായിരുന്നല്ലോ. അങ്ങനെ എന്തെങ്കിലും സുകുമാരിയമ്മയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ? പ്രിയങ്ക പറയുന്നു, എൻ്റെ മുത്തശ്ശിയെ കുറ്റം പറയണ്ട. മുത്തശ്ശിയും കൊച്ചുമോനും ചിന്തിക്കുന്ന ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല. ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിരിക്കും. നിനക്ക് ചെയ്യാവുന്ന കാര്യം എന്താണെന്നറിയോ? അവര് കണിമംഗലത്ത് തിരിച്ചു വരുന്നതിന് മുമ്പ് തന്നെ നിന്റെ സാധനങ്ങളൊക്കെ എടുത്ത് ആറ്റുവാശ്ശേരിയിലേക്ക് പോകണം. അതാണ് മാന്യത. ദേവനാരായണൻ തിരുമേനി കൂടി അറിഞ്ഞ സ്ഥിതിക്ക് നീ അവരുടെ ജീവിതത്തിൽ ഒരു കരട് മാത്രമാണ്. എപ്പോൾ വേണമെങ്കിലും എടുത്ത് മാറ്റാവുന്ന ഒരു കരട്. അത് നിന്റെ കുടുംബം ചെയ്യണോ അതോ ഞങ്ങൾ ചെയ്യണോ എന്ന് മാത്രം തീരുമാനിച്ചാൽ മതി. പ്രിയങ്ക പറയുന്നു, അവിടെ മുത്തശ്ശിക്ക് ഒരു തെറ്റ് പറ്റി. കണിമംഗലത്തിന്റെ അന്തസ്സിന്റെയും അഭിമാനത്തിന്റെയും ഇടയിൽ ഈ നാട്ടിൽ നിയമം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. പോലീസുണ്ട്, കോടതിയുണ്ട്. അവരുടെയൊക്കെ മുന്നിൽ വരുണിന്റെ ഭാര്യ ഞാനാണ്. ഞാൻ ജീവിച്ചിരിക്കെ ഞാനുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കാതെ വേറൊരു പെണ്ണുമായി വരുൺ അടുത്തിടപഴകുന്നു എന്നൊരു പരാതി ഞാൻ കൊടുത്താലേ മുത്തശ്ശിയുടെ കൊച്ചുമോൻ അഴിയെണ്ണും.
അതിനെ പ്രേരിപ്പിച്ചതിന്റെ പേരിൽ മുത്തശ്ശിയും കോടതി കയറേണ്ടി വരും. പിന്നെ ചിലപ്പോൾ ഈ അന്തസ്സും പാരമ്പര്യവും ഒക്കെ ബാക്കി ഉണ്ടായെന്ന് വരത്തില്ല. അറിയാലോ, ഇപ്പോ ഓൺലൈൻ മീഡിയക്കാരൊക്കെ അവരെ ഒന്ന് ഇളക്കി മറിച്ചാൽ അവിടെ തീരാവുന്നതേ ഉള്ളൂ ഈ കണിമംഗലത്തിന്റെ പാരമ്പര്യം. എന്നെ കൊണ്ട് വെറുതെ അത് ചെയ്യിപ്പിക്കരുതേ എന്ന് പറഞ്ഞ് പ്രിയങ്ക അവിടെ നിന്ന് പോകുമ്പോൾ അല്പം ടെൻഷനോടെ നിൽക്കുകയാണ് മുത്തശ്ശി. പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ ആശ്രമത്തിൽ എല്ലാവരും പ്രാർത്ഥനാ മുറിയിൽ ഇരിക്കുന്നു. സ്വാമി എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുകയാണ് കാര്യങ്ങളൊക്കെ. വരുൺ പിറകെ ഏറ്റവും ബാക്കിൽ വന്നിങ്ങനെ അവരെ ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് പ്രാർത്ഥനാ ഗാനം തുടങ്ങാമെന്ന് പറയുമ്പോൾ അവിടുത്തെ ഒരു സ്വാമിനി പറയുന്നു, പ്രാർത്ഥനാ ഗാനം പാടുന്ന ആ സ്വാമിജി വയ്യാതെ കിടക്കുകയാണ്. ഇനി പ്രാർത്ഥനാ ഗാനത്തിന് എന്ത് ചെയ്യുമെന്ന് അവിടുന്ന് ഒരാൾ ചോദിക്കുന്നുണ്ട്. ഒരു പയ്യനോട് വരുൺ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ ബാക്കിലിരുന്ന പയ്യൻ മുന്നിൽ എല്ലാവരോടും പറയുന്നുണ്ട്. ഒടുവിൽ അത് മുന്നിലിരുന്ന ആ സ്വാമിനിയുടെ ചെവിയിലും എത്തി. ആ സ്വാമിനി പോയി സ്വാമിജിയുടെ കാതിൽ പറഞ്ഞു കൊടുക്കുന്നു. രാധിക അരികിലേക്ക് വിളിക്കുകയാണ് അദ്ദേഹം. രാധിക സ്വാമിജിയുടെ അടുത്തേക്ക് ചെന്നു. കൃഷ്ണഗീതങ്ങൾ നന്നായി പാടും അല്ലെ എന്ന് ചോദിക്കുമ്പോൾ അതിശയത്തോടെ രാധിക അദ്ദേഹത്തെ നോക്കുന്നു. പെട്ടെന്ന് വരുൺ മറഞ്ഞിരിക്കുന്നു. അല്ല അത് എന്ന് ചോദിക്കുന്നു. കുട്ടികളിൽ ആരുടെയോ തിരിച്ചറിവാണ്. കുട്ടി ഇവിടെ ഇരിക്കെ, എന്നിട്ട് ഭക്തിയോടു കൂടി പ്രാർത്ഥനാ ഗീതം ആരംഭിച്ചോളൂ എന്ന് പറയുമ്പോൾ രാധിക സ്വാമിജിയുടെ തൊട്ടരികിലിരുന്ന് പ്രാർത്ഥനാ ഗീതം ചൊല്ലുന്നു. പുഞ്ചിരിയോടെ രാധികയെ നോക്കിയിരിക്കുകയാണ് വരുൺ. ബാക്കിയുള്ള എല്ലാവരും തന്നെ ആ ഗാനം ആസ്വദിച്ചിരിക്കുന്നു. വളരെ മനോഹരമായി രാധിക ഗാനം ആലപിക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞതിന് ശേഷം സ്വാമിജി പറയുന്നു, അത്ഭുതപ്പെടുത്തി കളഞ്ഞല്ലോ കുട്ടി, എല്ലാവർക്കും ആളിനെ അറിയാലോ, മനോഹരമായ ആലാപനം. ഇതാണ് രാധിക എന്ന് പറഞ്ഞ് രാധിക എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ആശ്രമത്തിൽ വന്ന പുതിയ കുട്ടിയാണെന്നും ഇനി മുതൽ പ്രാർത്ഥനാ ഗീതത്തിന്റെ സംഘത്തിൽ രാധികയും ഉണ്ടാകണം, കേട്ടല്ലോ, നന്നായി വരട്ടെ കുട്ടി എന്ന് പറഞ്ഞ് അദ്ദേഹം രാധികയെ അനുഗ്രഹിക്കുന്നു. സന്തോഷത്തോടെ ഇതെല്ലാം കാണുകയാണ് വരുൺ. ശേഷം ഹോസ്പിറ്റലിൽ യശോദയെ കാണിക്കുന്നുണ്ട്. ഒരു സിസ്റ്റർ അവിടേക്ക് വന്ന് യശോദയെ അകത്തേക്ക് വിളിച്ചു കൊണ്ടുപോകുന്നു. തന്ത്രി കണ്ണു തുറന്നിരിക്കുന്നു. ദേവേട്ട എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ തന്ത്രിയുടെ അരികിൽ നിൽക്കുകയാണ് യശോദ. പേടിച്ചോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. തലയാട്ടുകയാണ് യശോദ. തന്ത്രി പറയുന്നു, കർമ്മങ്ങൾ പൂർത്തിയാക്കാതെ അങ്ങനെ പോകാൻ കഴിയില്ലല്ലോ. എനിക്ക് രാധിക മോളെ ഒന്ന് കാണണം. താൻ മോളെ ഒന്ന് വിളിച്ചോണ്ട് വരാമോ? ആ കുട്ടിയെ വിളിക്കേ. ബോധമില്ലാതെ കിടക്കുമ്പോഴും തിരുമേനി പല പ്രാവശ്യം പറഞ്ഞ പേര് അതാണ് എന്ന് ഡോക്ടർ വീണ്ടും തന്ത്രി യശോദയോട് പറയുന്നു. മോളെ കാണണം യശോദയെ, പെട്ടെന്ന് കാണണം. അവൾ വരും, വേഗം വരുമെന്ന് യശോദ. തിരുമേനിയെ കൂടുതൽ സ്ട്രെയിൻ ചെയ്യേണ്ടത് ഡോക്ടർ. എൻ്റെ മോള് എൻ്റെ അരികിൽ വരുന്നത് വരെ കാത്തിരിക്കാൻ എനിക്ക് കഴിയും. അതിനുള്ള ആത്മവിശ്വാസമുണ്ട് എനിക്ക് എന്ന് തന്ത്രി. നന്നായി, താങ്കളുടെ കോൺഫിഡൻസ് ആണ് ഞങ്ങളുടെ ധൈര്യം എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് രാധികയെ. രാധികയുടെ അരികിൽ ഒരു പയ്യനുണ്ട്. ആ പയ്യനെ വിളിച്ചു വരുത്തി രാധിക ചോദിക്കുന്നു, ചേച്ചി പാട്ട് പാടുമെന്ന്. മോൻ എങ്ങനെ മനസ്സിലായി? മോനാണല്ലോ അവിടെ പറഞ്ഞത് ചേച്ചി പാട്ട് പാടുമെന്ന്. ഇത് കേട്ട് ആ പയ്യൻ പറയുന്നു, അത് എന്നോട് പ്ലംബിംഗ് ചെയ്യുന്ന ചേട്ടനാ പറഞ്ഞത്. ഇവിടുത്തെ പ്ലംബറോ എന്ന് രാധിക ചോദിക്കുന്നു. അതേ ചേച്ചി എന്ന് പയ്യൻ. മോൻ അയാളെ എനിക്കൊന്ന് കാണിച്ചു തരാമോ എന്ന് രാധിക ചോദിക്കുമ്പോൾ പയ്യൻ പറയുന്നു, വരൂ ചേച്ചി, ഞാൻ കാണിച്ചു തരാം. വരുണിനെ കാണിക്കാൻ രാധികയും കൂട്ടി ആ പയ്യൻ പോകുകയാണ്. എന്നാൽ അവിടെ മറിഞ്ഞിരിക്കുകയായിരുന്നു വരുൺ. ചേച്ചി, ഈ സമയത്ത് നടക്കുന്നത് കണ്ടാലേ സന്യാസിമാര് വഴക്ക് പറയും. രാധിക പറയുന്നു, ചേച്ചിക്ക് അയാളെ ഒന്ന് കണ്ടേ പറ്റൂ. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അവിടെയൊക്കെ നോക്കുകയാണ് വരുണിനെ. എന്നാൽ വരുൺ രാധിക കാണാതെ മറിഞ്ഞിരിക്കുകയാണ്. ഒരു ചെടിക്ക് പിന്നിലാണ് മറിഞ്ഞിരിക്കുന്നത്. വരുൺ അങ്ങോട്ടേക്ക് ഓടിപ്പോകുന്നത് രാധിക ഒന്ന് പെട്ടെന്നൊന്ന് മിന്നായം പോലെ കാണുന്നുണ്ട്. അത് വരുൺ തന്നെയാണല്ലോ എന്ന് രാധികയ്ക്ക് മനസ്സിലാവുകയും ചെയ്തു. എന്താ ചേച്ചി എന്ന് പയ്യൻ ചോദിക്കുന്നു. ഒന്നുമില്ലെന്ന് പറയുന്നു. പയ്യൻ വീണ്ടും പറയുന്നു, ആ ചേട്ടൻ ഇത് എങ്ങോട്ടാ പോയത്, നോക്കണോ ചേച്ചി? മോൻ വാ എന്ന് പറഞ്ഞ് രാധികയും പയ്യനും കൂടി പോകുന്നു. ഭഗവാനെ, അയാൾ എന്നെ കണ്ടുപിടിക്കരുത് എന്ന് പ്രാർത്ഥനയോടെ ഇരിക്കുകയാണ് വരുൺ. വീണ്ടും വരുൺ മറിഞ്ഞിരിക്കുന്നു. എന്നാൽ വരുണിന്റെ മുന്നിൽ രാധിക എത്തിയിരിക്കുകയാണ്. രാധികയ്ക്ക് മനസ്സിലായിരിക്കുന്നു വരുണാണെന്ന്. വരുൺ തിരിഞ്ഞു നോക്കിയപ്പോൾ രാധിക ദേഷ്യത്തോടെ വരുണിനെ നോക്കി നിൽക്കുമ്പോൾ ഒരു പുഞ്ചിരിയോടെ വരുൺ രാധികയെ നോക്കുന്നു. ഒടുവിൽ രാധിക വരുണിനെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.